ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തൻ്റെ 55-ാമത്തെ വയസ്സിൽ തൻ്റെ മകളോടൊപ്പം മണാലിയിൽ പോയി അടിച്ചു പൊളിച്ച് തണുത്ത് വിറച്ച കാലാവസ്ഥയിൽ വളരെ രസികൻ ഡയലോഗുമായി സോഷ്യൽ മീഡിയ കളം നിറഞ്ഞ് കളിക്കുകയാണ് നമ്മുടെ നബീസുമ്മ. നബീസുമ്മയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരം. നബീസുമ്മ പറയുന്നുണ്ട്, എന്തിനിരിക്കുകയാണ് വീട്ടിൽ മക്കളെ, ഇങ്ങോട്ട് പോരി. ഈ 55-ാമത്തെ വയസ്സിൽ ഞാനിവിടുന്ന് അടിച്ചു പൊളിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും 2 സെൻറ്റ് വിറ്റിട്ടായാലും വേണ്ടില്ല, ഇങ്ങോട്ട് പോരി, ഇവിടെ പൊളി വൈബാണ് എന്നാണ് നമ്മുടെ നബീസുമ്മ സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നത്. തീർച്ചയായിട്ടും നബീസുമ്മാൻ്റെ ഡയലോഗും ആ പ്രസൻറ്റേഷനും ആ അവതരണ രീതിയും എല്ലാം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആ ട്രെൻഡിങ് ആയ ആ നബീസുമ്മയുടെ കുറച്ച് ഏതാനും ചെറിയ ചില ഡയലോഗുകൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ, എന്താ രസം. എന്താ ഞാൻ റിച്ചുവിൻ്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാനിങ്ങനെ മണാലി പോകുമെന്നും ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും. വയസ്സാം കാലത്ത് കണ്ടില്ലേ, ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസകേട കിട്ടാനോ മക്കളെ. അപ്പോൾ നമ്മൾ നബീസുമ്മ പറയുകയാണ്, എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ തോന്നിയാൽ അതിങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും 2 സെൻറ്റ് വിറ്റിട്ടാണെങ്കിലും വേണ്ടിയില്ല, അത് നമ്മൾ സാധിച്ചെടുക്കണം എന്നാണ് നബീസുമ്മക്ക് നമ്മളെപ്പോലുള്ള മറ്റ് ആൾക്കാരോട് പറയാനുള്ളത്. നബീസുമ്മ പറയുന്നത്, ഈ 55-ാമത്തെ വയസ്സിൽ തൻ്റെ മുട്ടുവേദനയും അതുപോലെ തന്നെ കാലിൻ്റെ അസുഖവും എല്ലാം വെച്ചുകൊണ്ടാണ് താൻ തൻ്റെ മകളോടൊപ്പം ഈ മണാലിയിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നബീസുമ്മാൻ്റെ ഈ വാക്കുകൾ ചില ഹാസ്യരൂപേണയാണ് ചില ആൾക്കാർ എടുക്കുന്നത് എങ്കിലും തീർച്ചയായിട്ടും ഇതിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചില കുട്ടികൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് സാധിച്ചു കൊടുക്കും. കാരണം കുട്ടികളുടെ മനസ്സാണ് അത് വേദനിക്കുന്നത് എന്നൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ എന്തൊക്കെ കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നാലും തീർച്ചയായിട്ടും അവസാനം അത് സാധിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ നാടുകളെല്ലാം നടന്നു വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാരായാലും അതുപോലെ തന്നെ അമ്മമാരായാലും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ, നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ, അത് മണാലി ആണെങ്കിൽ മണാലി, അതല്ലെങ്കിൽ മക്കയാണെങ്കിൽ മക്ക, മദീന ആണെങ്കിൽ മദീന, അതുപോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചില ഉമ്മമാർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് മക്കളെ കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് സാധിപ്പിച്ചു കൊടുക്കണം. നാളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞതിന് ശേഷം പടച്ചവനെ എനിക്കത് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്തരം ആഗ്രഹങ്ങളും അതുപോലെ തന്നെ അഭിലാഷങ്ങളും ജീവിച്ചിരിക്കുന്ന നല്ല പ്രായത്തിൽ തന്നെ അവിടെയൊക്കെ ഒന്ന് പോയി ഉല്ലസിച്ച് വരാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ് ഉമ്മ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ മകൾ ഇന്ന് അങ്ങനെ എന്നെ കൊണ്ടുപോയത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്ന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇത് ലോകം മൊത്തം കാണാനും അതുപോലെ തന്നെ ആശംസകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും എല്ലാം ഫോൺ ചെയ്തും അതുപോലെ തന്നെ കമൻ്റായും മെസ്സേജായും എല്ലാം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള ജനത. തീർച്ചയായിട്ടും ഇത്തരം നല്ല നല്ല വീഡിയോകളും അതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.